സംസ്ഥാന പോലീസ് സേനയിലെ ഒരു വിവാദ പുരുഷനാണ് ADGP അജിത് കുമാർ. ഇന്ന് ഞാൻ എൻ്റെ 29ാമത്തെ വർഷമാണ് പോലീസിൽ. 3 പതിറ്റാണ്ടോളം നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കടുത്ത വിമർശനം ADGP അജിത് കുമാർ നേരിടേണ്ടി വരുന്നത്. ഒരുപക്ഷെ ഒരു പഴയ കാലഘട്ടത്തിന് ശേഷം പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പരസ്യമായി ആക്രമിക്കപ്പെടുന്നത് ഇതാദ്യമാണ്. പ്രത്യേകിച്ചും ഭരണകക്ഷിയായ CPI മുഖപത്രം തന്നെ അജിത് തമ്പുരാൻ എന്ന പേരിൽ ആക്ഷേപം ചൊരിഞ്ഞ് ലേഖനമെഴുതുമ്പോൾ ആ ഉദ്യോഗസ്ഥനിൽ ഭരണകക്ഷിയിലെ രണ്ടാം കക്ഷിക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ് വ്യക്തമാക്കുന്നത്. ADGPക്കെതിരെ ആദ്യം രംഗത്തുന്നത് PV അൻവർ MLA ആണ്. അൻവറിൻ്റെ സ്വരം അടങ്ങിയെങ്കിലും CPI അതിനേക്കാൾ ശക്തിയായി ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് കാണുന്നത്. പ്രത്യേകിച്ചും വാതിൽ പഴുതിലൂടെ എന്ന് പറയുന്ന ലേഖനം. ഒരുപക്ഷെ K. കരുണാകരൻ്റെ കാലഘട്ടത്തിന് ശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്രയധികം വിവാദത്തിൽപ്പെടുന്നത് ഇതാദ്യമായിരിക്കാം. അന്ന് ജയറാം പടിക്കൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കരുണാകരൻ്റെ അരുമയായിരുന്നുവെന്ന് ഒരുപാട് വിവാദങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്തു. എങ്കിലും അദ്ദേഹത്തിന് എന്നും കരുണാകരൻ്റെ ഗുഡ് ലിസ്റ്റിൽ സ്ഥാനമുണ്ടായിരുന്നു എന്നാണ് അന്ന് പൊതുവെ ഉയർന്ന വിമർശനം. CPI മുഖപത്രമായ ജനയുഗം വാതിൽ പഴുതിലൂടെ എന്ന ലേഖനത്തിലൂടെ ADGPയെ കണക്കറ്റ് പരിഹസിച്ചിരിക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അജിത് കുമാറും ഓടുന്ന കുതിരയും എന്ന ശീർഷകത്തിലുള്ള ലേഖനം തുടങ്ങുന്നതിന് തന്നെ ആക്ഷേപത്തിലാണ്. തൃശ്ശൂർ പൂരം കലക്കൽ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സർക്കാരിന് സമർപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ADGP MR അജിത് കുമാർ. ആരും പൂരം കലക്കിയിട്ടില്ലെങ്കിലും പൂരം കലങ്ങിയെന്നാണ് റിപ്പോർട്ട്. കലക്കാതെ കലങ്ങുന്ന നീർച്ചുഴി പോലെയാണത്രേ പൂരമെന്നാണ് അജിത് തമ്പുരാൻ്റെ കണ്ടുപിടുത്തം. പരിചയക്കുറവ് കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച SP-യുടെയും പൂരം നടത്തിപ്പുകാരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും തലയിൽ പഴിചാരിയുള്ള തട്ടിക്കൂട്ട് റിപ്പോർട്ട്. പൂരം കലക്കൽ വേളയിലെ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. കലക്കലിൽ പ്രതിഷേധിക്കുന്ന ഭക്തജനങ്ങളെ അജിത് അഭിസംബോധന ചെയ്യുന്ന ചിത്രം. ചാര നിറത്തിലുള്ള ഷട്ടുധാരി, ഇരു കൈകളും ലോകരക്ഷകനായ കർത്താവിനെ പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കും വണ്ണമുള്ള ചിത്രം. പൂരപരിപാടികൾ നിയന്ത്രിക്കുന്നത് ഇയാളാണെന്ന് ചിത്രത്തിൽ വ്യക്തം. ADGP രംഗത്തുള്ളപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വെറുമൊരു SP ആകുന്നതെങ്ങനെ? പൂരം എങ്ങനെ ഭംഗിയാക്കാമെന്നതിന് പകരം പൂരം എങ്ങനെ കുളമാക്കാം, പൂരം കുളമാക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാം എന്ന ഗൂഢാലോചനയിലെ ഓരോ നീക്കവും അജിത് നടത്തുന്നത് ആ വീഡിയോയിൽ കാണാം. പൂരം കലക്കിയതിന് ചുക്കാൻ പിടിച്ച അജിത് കുമാർ തന്നെ കലക്കലന്വേഷണം നടത്തിയാൽ താൻ കലക്കിയില്ല എന്ന റിപ്പോർട്ടല്ലാതെ നൽകാനാവുമോ? നാണം കെട്ട റിപ്പോർട്ട് തയ്യാറാക്കി സ്വയം കുറ്റമുക്തനാക്കിയിട്ട് അജിത് കുമാർ നെഞ്ചുവിരിച്ച് ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ പൂരം കലക്കൽ റിപ്പോർട്ട്? ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന ഡാഷ് ഭൂഷണം എന്നാണല്ലോ ചൊല്ല്. ഇങ്ങനെ പോകുന്നു ആക്ഷേപകരമായ ആ വിമർശന ലേഖനം. ആഭ്യന്തര വകുപ്പിനെതിരെയാണ് CPIയുടെ വിമർശനവും കടന്നാക്രമണവും. PV അൻവർ തുടങ്ങിവെച്ച ഒരു വാഗ്യുദ്ധം CPI എല്ലാ തലത്തിലും ഏറ്റെടുത്തിരിക്കുകയാണ്. പാർട്ടി നേതാക്കളും ദേശീയ നേതാക്കളും പരസ്യ പ്രസ്താവന നടത്തുമ്പോൾ, LDFൽ ഉന്നയിക്കുമ്പോൾ, പാർട്ടി മുഖപത്രം പത്രഭാഷയിൽ ഏറ്റവും പരിഹാസ്യമായ വാക്കുകൾ ഉപയോഗിച്ച് ADGPയെ അധിക്ഷേപിക്കുന്നു. ഇത് ഒരു പുതിയ പോർമുഖമായിരിക്കാം CPIയുടേത്. സമീപകാലത്ത് CPI നടത്തിയ ഏറ്റവും വലിയ വാക്കുകളുടെയുള്ള ആക്രമണമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ
നടത്തിയിരിക്കുന്നത്. ഇതിൽ തിരുത്തൽ വരുത്തുവാൻ മുഖ്യ ഭരണകക്ഷിയായ പ്രധാന കക്ഷിയായ CPM തയ്യാറാകുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. അൻവറിൻ്റെ വായ അടഞ്ഞുവെങ്കിലും അത് CPI അതിനേക്കാൾ പരിഹാസ്യമായ കൂരമ്പുകളുള്ള വാക്കുകൾ കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സമകാലിക കേരളം കാണുന്നത്.